أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا إن لك في النهار سبحا طويلا واذكر اسم ربك وتبتل إليه تبتيلا رب المشرق والمغرب لا إله إلا هو فاتخذه وكيلا واصبر على ما يقولون واهجرهم هجرا جميلا وذرني والمكذبين أولي النعمة ومهلهم قليلا إن لدينا أنكالا وجحيما وطعاما ذا غصة وعذابا أليما يوم ترجف الأرض والجبال وكانت الجبال كثيبا مهيلا. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. وآخرين منهم لما يلحقوا بهم وهو العزيز الحكيم. ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. تعصي الإله وأنت تظهر حبه هذا لعمري في القياس بديع. لو كان حبك صادقا لأطعته
ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സ്നേഹനിധികളായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഈ ഇൽമിന്റെ മജ്ലിസ് അവൻ്റെ അടുക്കൽ സ്വീകാര്യമായ പ്രതിഫലാർഹമായ മജ്ലിസായി കബൂൽ ചെയ്യുമാറാകട്ടെ. മഹത്തായ ഈ സദസ്സിൽ സംഗമിച്ചതുപോലെ അല്ലാഹു അവൻ്റെ സച്ചരിതരായ അടിമകൾക്കായി ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹ സമ്പൂർണമായ ജന്നാത്തുൽ ഫിർദൗസിൽ നാമേവരെയും ഉത്തരവിപ്പിക്കുമാറാകട്ടെ. കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, കേരളത്തോട് തൊട്ടുകിടക്കുന്ന സ്റ്റേറ്റുകളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ചില പ്രതിഭാസങ്ങളുടെ ചില കച്ചവടങ്ങളുടെ സാഹചര്യം നമ്മോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇത്തരം ഒരു വിഷയം തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. മുസ്ലിം സമൂഹത്തെ വിളിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി, അതല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആധാറുകൾ കച്ചവടച്ചരക്കല്ല, അത് കച്ചവടം ചെയ്യാനുള്ളതല്ല, ഇതൊരു വരുമാന മാർഗമല്ല എന്ന് പറയേണ്ട ദുരവസ്ഥയിലാണ് നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ റസൂലുമായുള്ള ബന്ധം വളരെ ശക്തമാണ്. അവൻ്റെ ശരീരത്തെക്കാൾ, അവൻ്റെ ജീവനേക്കാൾ അല്ലാഹുവിൻ്റെ റസൂൽ അവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ഒരു തലത്തിലേക്ക് ഒരു മുസ്ലിമിൻ്റെ ഈമാൻ ഉയരുമ്പോൾ മാത്രമാണ് വിശ്വാസത്തിൻ്റെ മാധുര്യം മനുഷ്യന് അനുഭവിക്കാൻ സാധിക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. മൂന്ന് കാര്യങ്ങൾ ആരിലാണോ സന്നിവേശിച്ചിട്ടുള്ളത് അവൻ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു, വിശ്വാസത്തിന്റെ മാധുര്യം അനുഭവിച്ചു. ആ മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം അയ്യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അവന്റെ റസൂലും ലോകത്തുള്ള മറ്റെല്ലാത്തിനേക്കാളും ഉപരി അവൻ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന അവസ്ഥ ഉണ്ടാവുക എന്നതാണ്. ഈ ലോകത്ത് എന്തെല്ലാം ഉണ്ടോ അതിനേക്കാളെല്ലാം എനിക്കിഷ്ടം എൻ്റെ റബ്ബിനെയാണ്, റബ്ബിന്റെ റസൂലിനെയാണ്. എന്നെക്കാളും, എൻ്റെ മാതാപിതാക്കളെക്കാളും, ബന്ധുജനങ്ങളെക്കാളും, ഭാര്യയെക്കാളും, മക്കളെക്കാളും, മാതാപിതാക്കളെക്കാളും എനിക്കിഷ്ടം അല്ലാഹുവിനെയാണ്, അല്ലാഹുവിന്റെ റസൂലിനെയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനെയാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്.
ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരാത്തവരെ അല്ലാഹു താക്കീത് ചെയ്യുകയാണ്. ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി. അല്ലാഹു തന്റെ ശിക്ഷയുടെ കൽപ്പനയുമായി നിങ്ങളെ സമീപിക്കുന്നതിനെ നിങ്ങൾ പ്രതീക്ഷിക്കണം. അല്ലാഹനെ സ്നേഹിക്കുന്നതിനേക്കാൾ, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ മാതാപിതാക്കളെ, മക്കളെ, ബന്ധുജനങ്ങളെ, നാട്ടുകാരെ, സ്നേഹിതന്മാരെ, കച്ചവടത്തെ, വീടിനെ, ഭൗതികമായ അവസ്ഥകളെ, ഭൗതികമായ താല്പര്യങ്ങളെ, ഇവയൊക്കെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ ഐഹിക ലോകത്തു തന്നെ നിങ്ങൾ ശിക്ഷക്കർഹരാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു. അവന്റെ സ്നേഹം അവൻ പ്രകടിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ആ സ്നേഹത്തിന്റെ പ്രകടനം? എന്റെ റബ്ബിനെ ഞാൻ എങ്ങനെ സ്നേഹിക്കണം, എന്റെ റസൂലിനെ ഞാൻ എങ്ങനെ സ്നേഹിക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയും അല്ലാഹുവിന്റെ പ്രവാചകനും അത് പഠിപ്പിച്ചു തരികയാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ഖുൽ നബിയെ താങ്കൾ പറയൂ, പ്രഖ്യാപിക്കൂ, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, അല്ലാഹുവിനോട് നിങ്ങൾക്ക് ഹുബ്ബുണ്ടെങ്കിൽ, ഫത്തബിഊനി, പ്രവാചകനായ എന്നെ പിൻപറ്റൂ എന്ന് പറയൂ നബിയെ. യുഹിബ്ബുകുമുല്ലാഹ്, അങ്ങനെ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച്, അല്ലാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്ത് അല്ലാഹുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചാൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ തിരിച്ചു സ്നേഹിക്കുന്നതാണ്. നിങ്ങൾക്ക് അല്ലാഹുവിനെ സ്നേഹിക്കുവാനും അല്ലാഹുവിന്റെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുവാനുമുള്ള മാർഗം ഇത്തിബാഉർ റസൂലാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റലാണ്. ആ പ്രവാചകനെ ഇത്തിബാ ചെയ്യലാണ്. ആ പ്രവാചകനെ മനസ്സാ വാചാ കർമ്മണ അംഗീകരിക്കലാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹവും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അഹ്യാ സുന്നതി ഫഖദ് അഹബ്ബനി മൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. മൻ അഹ്യാ സുന്നതി, എന്റെ ചര്യകളെ ജീവിപ്പിച്ചവൻ ആരാണോ, ഫഖദ് അഹബ്ബനി, അവനാണ് എന്നെ സ്നേഹിച്ചവൻ. മൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, അങ്ങനെ ആരാണോ എന്നെ സ്നേഹിക്കുന്നത്, എന്റെ സുന്നത്തിനെ ജീവിപ്പിച്ചുകൊണ്ട് എന്നെ സ്നേഹിക്കുവാൻ തയ്യാറുള്ളവൻ ആരാണോ, അവൻ എന്നെ സ്നേഹിച്ചവനായതുകൊണ്ട് അവൻ എന്നോടൊപ്പം സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഇതിന് തത്തുല്യമായ ആശയം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ചില ആളുകൾ പരാതിപ്പെടുകയാണ്, യാ റസൂൽ, അല്ലാഹുവിന്റെ നബിയെ, അല്ലാഹുവിന്റെ പ്രവാചകരെ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഐഹിക ലോകത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചാൽ അങ്ങയെ കാണാനുള്ള സൗകര്യമുണ്ട്, അങ്ങയുടെ സമീപത്ത് വന്നിരിക്കാനുള്ള സൗകര്യമുണ്ട്, അങ്ങയുടെ തൃക്കരമൊന്ന് പിടിക്കണമെന്ന് വിചാരിച്ചാൽ അതിന് ഐഹിക ലോകത്ത് സാഹചര്യമുണ്ട്. പക്ഷേ നമ്മൾ മരിച്ചുപോയാൽ, ഞങ്ങൾ ഈ ലോകത്ത് നിന്ന് യാത്രയായാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പാരത്രിക ലോകത്ത് നമ്മെ ഹാജരാക്കിയിട്ട് അല്ലാഹു നമുക്ക് സ്വർഗം തന്നാൽ, ആ സ്വർഗത്തിന്റെ അത്യുന്നതമായ മേടയിൽ പ്രവാചകരെ അങ്ങ് വസിക്കുമ്പോൾ, സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനത്ത് അങ്ങ് വസിക്കുമ്പോൾ, ഞങ്ങൾ ആ സ്വർഗത്തിന്റെ താഴെ തട്ടിലായിരിക്കുമല്ലോ. അതുകൊണ്ട് പരലോകത്ത് വെച്ചുകൊണ്ട്, ആ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് നബിയെ അങ്ങേ കാണണമെന്ന് ഞങ്ങൾ വിചാരിച്ചാൽ, ഞങ്ങൾക്ക് തോന്നിയാൽ അതിനുള്ള സാഹചര്യമില്ലാതെ പോകുമോ പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നുകൊണ്ട് സഹാബത്ത് വിഷമം പറയുമ്പോൾ, പ്രയാസം പറയുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി കൊടുക്കുകയാണ്, ഒരിക്കലും ആ നിലയിൽ നിങ്ങൾ പ്രയാസപ്പെടേണ്ട. നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിലെത്തിയാൽ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നോർത്തുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. നേരെ മറിച്ച് റസൂൽ, ആരാണോ അല്ലാഹുവിനും റസൂലിനും വഴിപ്പെട്ട് ജീവിക്കുന്നത്, ആരാണോ അല്ലാഹുവിന്റെ കൽപ്പനകളെ മാനിക്കുന്നത്, ആരാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നത്, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, ആ നിലയിൽ ജീവിച്ച ആളുകൾ അല്ലാഹു അനുഗ്രഹിച്ചവരോടൊപ്പമാണ്, അല്ലാഹുവിന്റെ നിഅമത്തിന്റെ പാത്രീഭൂതരായവരോടൊപ്പമാണ്. എവിടെ? ഫിൽ ജന്ന, സ്വർഗത്തിൽ അവർ അല്ലാഹുവിന്റെ അനുഗ്രഹം സിദ്ധിച്ചവരോടൊപ്പമായിരിക്കും. ആരാണ് ആ രൂപത്തിൽ അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരായവർ, അല്ലാഹുവിന്റെ നിഅമത്തുകളിൽ
ഏറ്റവും വലിയ നിഅമത്ത് കിട്ടിയവർ പ്രവാചകന്മാർ തന്നെയാണ്, നബിമാർ തന്നെയാണ്. അതുകൊണ്ട് ആ നബിമാരോടൊപ്പം നിങ്ങൾക്ക് സ്വർഗത്തിൽ കഴിയാൻ സാധിക്കും. വഹസുന ഉലൈക റഫീഖാ, ആ സ്വർഗത്തിൽ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന കൂട്ടുകാർ എത്ര നല്ല കൂട്ടുകാരാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെയും റസൂലിനെയും മനസ്സുകൊണ്ട് ഏറ്റെടുത്ത് വിശുദ്ധ ഇസ്ലാമിനെ ഒരു ആവേശമായി ഏറ്റെടുത്ത് അവന്റെ ജീവിതത്തിൽ അടിസ്ഥാന ആദർശമായി പ്രഖ്യാപിച്ച് റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ്യ എന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. റളീതു ബില്ലാഹി റബ്ബൻ, എന്റെ റബ്ബായി എന്റെ രക്ഷിതാവായി അല്ലാഹുവിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ വബിൽ ഇസ്ലാമി ദീന, എന്റെ മതമായി ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. വബി മുഹമ്മദിൻ നബിയ്യ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്റെ പ്രവാചകനായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയാൻ കഴിയണം. എപ്പോഴാ തൃപ്തിപ്പെടുക? മനസ്സിൽ യാതൊരുവിധ അരോചകവും അനുഭവപ്പെടുന്നില്ല, ഒരു ചൊറിച്ചിലുമില്ലാതെ ഞാൻ അള്ളാഹുവിനെ റബ്ബായും അതുപോലെ തന്നെ ഇസ്ലാമിനെ ദീനായും അപ്രകാരം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായും അംഗീകരിച്ചിട്ടുണ്ട്. എന്റെ ഭൗതികമായ വിധാനങ്ങൾ, ഭൗതികമായ സംവിധാനങ്ങൾ, ഭൗതികമായ സൗകര്യങ്ങൾ, ഭൗതിക ലോകത്തുള്ള എന്റെ നേട്ടങ്ങൾ, അതിനേക്കാളെല്ലാം ഉപരി എന്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടക്കുന്നത് അള്ളാഹുവിനെയാണ്, റസൂലിനെയാണ്, അതുപോലെ വിശുദ്ധ ഇസ്ലാമിനെയാണെന്ന വിചാരം ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ഈ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദീൻ എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ, അല്ലാഹു എന്ന് പറഞ്ഞാൽ ഐഹിക ലോകത്തെ നേട്ടങ്ങളെക്കാൾ ഉപരി പാരത്രിക ലോകത്തവർക്ക് നേട്ടം നേടുവാൻ, പാരത്രിക ലോകത്തവർക്ക് വിജയം നേടുവാനുള്ള വഴിയാണ്. ഭൗതിക ലോകത്തെ കട്ടനട്ടങ്ങൾ, ആ കട്ടനട്ടങ്ങൾക്കപ്പുറം നാളെ അള്ളാഹുവിന്റെ മുന്നിൽ വിജയിക്കുവാനുള്ള ഉപാധിയാണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഐഹിക ലോകത്തെ അവർ വില കൽപ്പിക്കുന്നില്ല, ഈ ലോകത്തിന് അവർ വില കൽപ്പിക്കുന്നില്ല. ഇതിനപ്പുറമുള്ള പാരത്രിക ലോകത്തെ വിജയം, ആ വിജയം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് കൈമാറിത്തന്ന സന്ദേശം. നമുക്കറിയാം, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി കടന്നു വരികയാണ്. ദീനുൽ ഇസ്ലാം പ്രചരിപ്പിക്കുവാൻ വേണ്ടി കടന്നു വരികയാണ്. അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിച്ച് അന്ധവിശ്വാസത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് പൗരോഹിത്യത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ഈ സമുദായത്തെ മോചിപ്പിച്ച് നാളെ അല്ലാഹുവിന്റെ മുന്നിൽ വിജയിക്കുന്ന, ഐഹിക ലോകത്ത് ഏറ്റവും ഉന്നതമായ ജീവിതം കാഴ്ചവെക്കുന്ന ഒരു സമൂഹമായി ഈ സമൂഹത്തെ പരിവർത്തിപ്പിക്കുവാൻ, മാറ്റിയെടുക്കുവാൻ വേണ്ടി വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട്, അതുപോലെ തന്നെ അതിന്റെ വിശദീകരണമായ ഹദീസുകൾ പറഞ്ഞുകൊണ്ട് മക്കയുടെ മണ്ണിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുമ്പോൾ പ്രവാചകനെ അംഗീകരിക്കാൻ റസൂലുള്ളാഹിയുടെ കുടുംബക്കാരിൽ ബഹുഭൂരിപക്ഷവും തയ്യാറാകുന്നില്ല. അതുപോലെ നാട്ടുകാർ തയ്യാറാകുന്നില്ല, പ്രയാസം സഹിക്കേണ്ടി വന്നു. നമുക്കറിയാം, ചരിത്രം ഞാൻ നീട്ടി പറയുന്നില്ല. എത്രത്തോളം മക്ക വിട്ടുകൊണ്ട്, അഥവാ സ്വന്തം നാട് വിട്ടുകൊണ്ട്, ജനിച്ചു വളർന്ന നാട് വിട്ടുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പ്രവാചകൻ അഭയാർത്ഥിയായി പോകേണ്ടി വരികയാണ്, ഹിജ്റ പോകേണ്ടി വരികയാണ്. അവിടെ ചെന്നിട്ടും സ്വസ്ഥത ലഭിക്കാതെ സ്വന്തം ജീവൻ സംരക്ഷിക്കുവാൻ വേണ്ടി, സ്വന്തം നാട്ടുകാരുടെ ജീവൻ സംരക്ഷിക്കുവാൻ വേണ്ടി, അനുയായികൾക്ക് സുരക്ഷിതത്വം നേടുവാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലും പ്രവാചകന്റെ സഹാബത്തും ഖന്തക്കിലേക്ക് പോയ ഒരു സംഭവം മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. സ്വന്തം കയ്യിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ സഹാബത്തും കൈക്കോട്ടെടുത്ത്, പണിയായുധങ്ങൾ എടുത്ത് ഖന്തക്കിന്റെ കിടങ്ങ് കീറാൻ വേണ്ടി പോവുകയാണ്. അവിടെ ചെന്നുകൊണ്ട് ഖന്തക്കിൽ കിടങ്ങ് കീറുകയാണ്, പണിയെടുക്കുകയാണ് റസൂലും സഹാബത്തും. അങ്ങനെ ഖന്തക്കിന്റെ കിടങ്ങ് കീറിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ഒരു പാറക്കല്ല് അവരുടെ മുന്നിൽ തടസ്സമായി വരികയാണ്. സഹാബത്ത് തങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളുമായി, പണിയായുധങ്ങളുമായി ചെന്നുകൊണ്ട് ആ കല്ല് പൊടിക്കാൻ ശ്രമിക്കുമ്പോൾ സാധിക്കുന്നില്ല. അവരോടി വരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്. വന്നിട്ട് പറയുന്നു, നബിയേ, ഈ കിടങ്ങ് കീറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ കല്ല് ഇതിന് തടസ്സമായി നിൽക്കുകയാണ്.
അത് പൊടിയുന്നില്ല. ഞങ്ങൾ ശ്രമിച്ചു നോക്കി, ഞങ്ങൾ ആഞ്ഞു വെട്ടി നോക്കി, പക്ഷേ തകരുന്നില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് സ്വന്തം കുപ്പായത്തിന്റെ കൈ റസൂലുള്ളാഹി തെറുത്ത് വെച്ചിട്ട് ആ കൈക്കോട്ട് വാങ്ങി, ആ പണിയായുധം വാങ്ങി അല്ലാഹുവിന്റെ റസൂൽ ആ കല്ലിനെ ആഞ്ഞാഞ്ഞു വെട്ടി തകർക്കുകയാണ്. അങ്ങനെ നബിയും സഹാബത്തും കൂടി ഖന്തക്കിന്റെ കിടങ്ങ് കീറിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സഹാബത്തിന്റെ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സ്വന്തം വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയിട്ടാണ് സഹാബത്ത് പണിയെടുക്കുന്നത്. നടുവ് നിവർത്തി നിൽക്കാൻ കഴിയാതെ, മുതുകു നിവർത്തി നിൽക്കാൻ കഴിയാതെ ആയുധമെടുത്തുകൊണ്ട് ആ തണുത്ത പ്രഭാതത്തിൽ, ആ ഏറ്റവും ശക്തമായ തീവ്രമായ തണുപ്പ് അടിച്ചു വീശുന്ന ആ പ്രഭാതത്തിൽ, ആ വെളുപ്പാങ്കാലത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും വിശന്നൊട്ടിയ വയറുമായി ഖന്തക്കിന്റെ കിടങ്ങ് കീറിക്കൊണ്ടിരിക്കുമ്പോ സ്വന്തം ആ സഹാബത്ത് അനുഭവിക്കുന്ന പ്രയാസം നോക്കി അല്ലാഹുവിന്റെ റസൂൽ പാടിപ്പോവുകയാണ്. അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ, വരാനുള്ള ജീവിതം അതാണല്ലോ യഥാർത്ഥ ജീവിതം. അൽ ഐശു, യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വരാനുള്ള പാരത്രിക ലോകത്തെ ജീവിതമാണല്ലോ. അവിടുത്തെ വിജയമാണല്ലോ വേണ്ടത്, അവിടുത്തെ സൗഭാഗ്യമാണല്ലോ വേണ്ടത്. അല്ലാഹുവേ, എന്നോടൊപ്പം പണിയെടുക്കുന്ന മുഹാജിറുകൾ സാധുക്കളാണ്, അൻസാറുകൾ സാധുക്കളാണ്, അവർ വിഷം തൊട്ടിയവരാണ്, അവരിൽ പലരും വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയവരാണ്. ആ വയറ്റിൽ കല്ല് വെച്ച് കെട്ടിക്കൊണ്ടാണ് അല്ലാഹുവേ അവർ അധ്വാനിക്കുന്നത്. ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ, അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ച ഈ അൻസാറുകൾക്ക് നീ പുറത്തു കൊടുക്കണേ, മുഹാജിറുകൾക്ക് നീ പുറത്തു കൊടുക്കണേ. പ്രവാചകൻ പാടിപ്പോവുകയാണ്. സഹാബത്ത് പ്രവാചകന്റെ വിഷമം മനസ്സിലാക്കുകയാണ്. ഞങ്ങൾക്കൊരു സമാധാനം കിട്ടാൻ, ആശ്വാസം കിട്ടുവാൻ, അതോടൊപ്പം ഈ മാനികമായ ഒരു ആവേശം ലഭിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞത്, പാടിയതെന്ന് സഹാബത്ത് മനസ്സിലാക്കിക്കൊണ്ട് ആ സഹാബികൾ ഖാലു മുജീബീന ലഹു, അദ്ദേഹത്തിന് ഇജാബത്ത് നൽകുകയാണ്. ആ പ്രവാചകൻ പറഞ്ഞ വാക്കിന് സഹാബത്ത് അൻസാറുകൾ മറുപടി പറയുകയാണ്. ഓ റസൂലേ, അങ്ങ് വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. അതെ, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദിന് ബൈഅത്ത് ചെയ്തവരാണ്, മുഹമ്മദുമായി കരാർ ചെയ്തവരാണ്. ഏത് കാര്യത്തിൽ? അലൽ ജിഹാദി മാ ബഖീനാ അബദാ, ഞങ്ങൾ ജീവിക്കുന്ന കാലത്തോളം, ഞങ്ങളുടെ ജീവിതത്തിൽ അവസാന ശ്വാസം വരെ, ഞങ്ങളുടെ ജീവിതത്തിൽ അവസാന ശബ്ദം വരെ, ഞങ്ങളുടെ ജീവിതത്തിൽ അവസാന നിമിഷം വരെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാമെന്ന് പ്രവാചകനുമായി ബൈഅത്ത് ചെയ്തവരാണ് ഞങ്ങൾ, കരാർ ചെയ്തവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല പ്രവാചകരെ, ഞങ്ങൾക്കൊരു വിഷമവുമില്ല പ്രവാചകരെ. ഞങ്ങളുടെ ലക്ഷ്യം നാളെ പാരത്രിക ലോകത്തെ വിജയമാണ്, നാളെ അല്ലാഹുവിന്റെ മുന്നിലുള്ള വിജയമാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച ജീവിതം, ഇതാണ് റസൂലുള്ളാഹിയുടെ ജീവിതം, ഇതാണ് സഹാബത്തിന്റെ ജീവിതം. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇതിന് വ്യത്യസ്തമായ ഒരു നിലപാട് നമ്മുടെ സമൂഹത്തിൽ ഉടലെടുക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളുക വഴി ഐഹികവും പാരത്രികവുമായ ഔന്നിത്യം ഉണ്ടാകണം. അള്ളാഹു നൽകുന്ന വഅദയാണത്, വാഗ്ദാനമാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ വിശുദ്ധ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ തത്വങ്ങളെയും ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ദുരവസ്ഥ ഇവിടെ ഉണ്ടായി. അതൊരിക്കലും അള്ളാഹുവിന്റെ പ്രവാചകന്മാർ കൈമാറിയ ഇസ്ലാമല്ല, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ച ഇസ്ലാമല്ല. നേരെ മറിച്ച് പൗരോഹിത്യം പടച്ചുകൊണ്ടുവന്ന ഒരു സംസ്കാരമാണത്. പൗരോഹിത്യത്തിന്റെ ഉപജീവനത്തിന് വേണ്ടി, പൗരോഹിത്യത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി വിശുദ്ധ ഇസ്ലാമിനെ കച്ചവടവൽക്കരിക്കുന്ന ദുരവസ്ഥയുണ്ടായി. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെപ്പോലും, അതുപോലെ തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ നടന്ന യുദ്ധങ്ങളെപ്പോലും ഭൗതികമായ മാനദണ്ഡത്തിലും അതുപോലെ ഭൗതികമായ വിശദീകരണത്തിലും അവർ ഒതുക്കിക്കൊണ്ട് ഉപജീവനത്തിനുള്ള ഉപാധിയാക്കി വിശുദ്ധ ഇസ്ലാമിനെ ചുരുക്കി കെട്ടുകയാണ്. ഇത് ഞാൻ വെറുതെ ഒരു ആരോപണമായി പറയുകയല്ല. നേരെ മറിച്ച് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ഈമാനികമായി എത്ര ഉയർച്ച ഉണ്ടാക്കുന്ന സംഭവമാണ് ബദറും ഉഹദും ഖന്തക്കും ഹുനൈനുമെല്ലാം. പക്ഷേ ആ ബദറിനെ സംബന്ധിച്ച്, ഉഹദിനെ സംബന്ധിച്ച്, ഹുനൈനിനെ സംബന്ധിച്ച്, അങ്ങനെ ഇസ്ലാമിക ലോകത്ത് നടന്ന ചരിത്ര പ്രസിദ്ധമായ യുദ്ധങ്ങളെ സംബന്ധിച്ച്
ഒരു മുസ്ലിയാരുടെ വീക്ഷണം എന്താ? അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. ഇപ്പൊ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സഹാബിമാരൊക്കെ ഷഹീദ് എന്നല്ലേ നമ്മൾ പറയല്? അതെ അല്ലേ? ആണ്. അപ്പൊ അള്ള പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അപ്പൊ അള്ള പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അപ്പൊ അള്ള പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അല്ലാക്ക ഇവിടെ ദീന് വിജയിപ്പിക്കാൻ അള്ളാഹുവിനെ അബൂജാലിനെ കൊല്ലക്കേണ്ട യുദ്ധത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ടിൻ എന്നാണ് ജിബ്രീലിന്റെ ഒരു ചിറക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ അബൂജാലിനെ കൊല്ല? പിന്നെ ഇവിടെ ബദർ യുദ്ധം നടത്തി എന്തിന്? ഈ ദീന് പ്രയോഗിക്കാൻ അള്ളാഹുവിന് ഒന്നുമില്ലാതെ തന്നെ കഴിയൂലേ? പിന്നെ കുറെ ആളുകളെ ഷഹീദാക്കി എന്തേ? അത് സുന്നിയക്ക് ബദർ മൗലൂദ് വയ്ക്കണം, അത് സുന്നിയക്ക് ബദർ മൗലൂദ് വയ്ക്കണം, അത് സുന്നിയക്ക് ബദർ മൗലൂദ് വയ്ക്കണം, ഇവിടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം, കുറെ ആളുകൾക്ക് കൂലി കിട്ടണം, ഷഹീദാകണം. അതിന് തന്നെയാണ് അതൊക്കെ. അല്ലെ അബൂജാഹിലിനെ കൊല്ല ഇക്കണ്ട സാഹബത്തിന് എങ്ങനെ ഇറങ്ങാറാക്കണ്ട എന്താ ആവശ്യമുള്ളേ? പറച്ചോനിപ്പോ എന്തായാലും കഴിയുന്നില്ല. ഇപ്പൊ നമുക്ക് കണ്ടുകൂട്ടർക്ക് അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. കണ്ടോ? അപ്പൊ എന്തിനാ ബദർ യുദ്ധം ഉണ്ടായത്? എന്തിനാ ഉഹദ് ഉണ്ടായത്? എന്തിനാ ബദരീങ്ങൾ ഉണ്ടായത്? അത് ഞങ്ങൾക്ക് ബദർ മൗലൂദ് കഴിക്കാനും അതുപോലെ തന്നെ മാല കഴിക്കാനും മൗലൂദ് പാടാനും അതിനാണ് എന്നാണ്. അല്ലെങ്കിൽ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ ഈ പിന്നെ അബൂജഹലിനെ കൊല്ലാൻ ഈ സഹാബത്തിന് ഇത്ര കഷ്ടപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? പ്രയാസപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ജിബ്രീൽ ചെറുപ്പം എന്ന് പറഞ്ഞ അടി കൊടുത്താൽ പോരെ? നിങ്ങളൊന്ന് ആലോചിച്ചു. ഏത് പലിശക്കാരനും പറഞ്ഞൂടെ ഈ ന്യായം? ഏത് തോന്നിവാസിക്കും പറഞ്ഞൂടെ ഈ ന്യായം? എന്തിനാ അള്ളാഹുവിടെ പട്ടിണി പാവങ്ങളെ ഉണ്ടാക്കിയത്? എന്തിനാണ് അള്ളാഹുവിടെ ദാരിദ്ര്യമുള്ളവരെ ഉണ്ടാക്കിയത്? എല്ലാവർക്കും ഉള്ള പൈസ കൊടുത്താൽ പോരെ? അപ്പൊ അള്ളാഹുവിടെ ദാരിദ്ര്യമുള്ളവരുണ്ടാക്കിയത് എന്തിനാ? പ്രയാസമുള്ളവരുണ്ടാക്കിയത് എന്തിനാ? ഞങ്ങളെ പോലുള്ള പലിശക്കാർക്ക് ജീവിക്കണം, അതുപോലെ തന്നെ ആളുകൾ പലിശക്കൂടെ വരണം, ആളുകൾക്ക് പലിശക്ക് കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ ദാരിദ്ര്യമുള്ള ആളുകളേക്ക് ഇവിടെ ഉണ്ടാക്കിയത് എന്ന് ഒരു പലിശക്കാരൻ പറഞ്ഞാൽ അത് ന്യായമാണോ സഹോദരങ്ങളെ? പലിശക്കുള്ള ന്യായമാണോ? നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഉഹദ് എന്ന് പറഞ്ഞാൽ, ബദർ എന്ന് പറഞ്ഞാൽ, ഖന്തഖ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് മൗലിദ് കഴിക്കാനും മാല പാടുവാനും അതുപോലെ തന്നെ ഇവർക്ക് ഉപജീവനം നടത്തുവാനും അതിനു വേണ്ടിയാണോ? അങ്ങനെയാണോ അല്ലാഹു പറഞ്ഞത്? അങ്ങനെയാണോ സഹാബത്ത് മനസ്സിലാക്കിയത്? അങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയത്? ബദറിൽ പോയ ആളുകൾ അവർ വിചാരിക്കാണ് അത് ഞങ്ങൾ ബദറിൽ പോയിട്ടില്ലെങ്കിൽ ഇവിടെ ബദർമാല ഉണ്ടാവൂല. അങ്ങനെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞങ്ങൾ ഉഹദിൽ പോയിട്ടില്ലെങ്കിൽ ഇവിടെ ഉഹുദ് മാല ഉണ്ടാവൂല, അതുപോലെ ബദർ മൗലിദ് ഉണ്ടാവൂല എന്നവർ മനസ്സിലാക്കിയോ? അള്ളാഹുവിന്റെ റസൂല് മനസ്സിലാക്കിയോ മാന്യ സഹോദരങ്ങളെ? സഹാബത്ത് മനസ്സിലാക്കിയോ മാന്യ സഹോദരങ്ങളെ? ഒരിക്കലും അവർ മനസ്സിലാക്കുന്നില്ല. അവർ മനസ്സിലാക്കിയത് ഈ ലോകത്ത് എന്തും ഞങ്ങൾ സമർപ്പിക്കാൻ തയ്യാറാണ്, എന്തും ഞങ്ങൾ നൽകാൻ തയ്യാറാണ്. അതാണ് നമുക്കറിയാം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അൻസാറുകളുടെ നേതാവിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഞങ്ങളിതാ രണാങ്കണത്തിലേക്ക് പോകുന്നു, ബദർ തെരഞ്ഞെടുത്തിരിക്കുന്നു, യുദ്ധം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഞങ്ങൾ ഈ നാട്ടിലെ അഭയാർത്ഥികളാണ്, നിങ്ങളുടെ നാട്ടിൽ അഭയം പ്രാപിച്ചവരാണ്, ഞങ്ങളെ സഹായിച്ച അൻസാറുകളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് അൻസാർ നേതാവ് പറയുന്നത് എന്താണെന്ന് അറിയുമോ? ഒരിക്കലും മുഹമ്മദ് നബിയെ തങ്ങളോട് മൂസാ നബിയുടെ ജനത മൂസാ നബിയോട് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല. അതായത് നീയും നിന്റെ റബ്ബും കൂടി പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാമെന്ന് മൂസാ നബിയുടെ ജനത മൂസാ നബിയോട് പറഞ്ഞതുപോലെ ഒരിക്കലും അള്ളാഹുവിന്റെ പ്രവാചകരെ ഞങ്ങൾ നിങ്ങളോട് പറയുകയില്ല. ഞങ്ങളെയും കൊണ്ടങ്ങ് ഒരു സമുദ്രത്തിന്റെ സമീപത്ത് പോയിട്ട് ആ സമുദ്രത്തിന്റെ അടുത്ത് നിന്നിട്ട് ആ സമുദ്രത്തിലേക്ക് എടുത്തു ചാടാൻ ഞങ്ങളോട് നബി അങ്ങ് കൽപ്പിച്ചാൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. അങ്ങയുടെ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് ആ സമുദ്രത്തിലേക്ക് എടുത്തു ചാടാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സഹാബത്ത് ബദറിലേക്ക് പോകുന്നത്. അവരെന്തും സമർപ്പിക്കാൻ തയ്യാറാണ്. അങ്ങനെ നമുക്കറിയാം യാതൊരുവിധ ഭൗതികമായ സാഹചര്യങ്ങളും അവർക്ക് ഇല്ലാതിരുന്നിട്ടും അള്ളാഹുവിന്റെ സഹായം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ പോകുന്നു. അവർ സർവ്വതും അവിടെ സമർപ്പിക്കാൻ തയ്യാറാകുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഉഹദിന്റെ രണാങ്കണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ഒരുപാട് വേദന ഉണ്ടാക്കിയ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വധം നടന്ന സ്ഥലമാണത്. ഉഹദിന്റെ രണാങ്കണം റസൂലുള്ളാഹിയുടെ എളാപ്പ, ആ എളാപ്പയുടെ ശരീരം വെട്ടി നുറുക്കിയിട്ട് അതിൽ നിന്ന് കുടൽമാല പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് കരൽ ചവച്ച് തുപ്പിയിട്ട് മഹാനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം വികൃതമാക്കപ്പെടുമ്പോ യാ അമ്മി യാ ഹംസ യാ സയ്യിദ ശുഹദാ യാ ഹംസ, ആ ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വികൃതമാക്കപ്പെട്ട മയ്യത്ത് കണ്ട് വിളിച്ചു പറയുകയാണ്, യാ അമ്മി യാ ഹംസ, എന്റെ ഇളാപ്പ ഹംസേ, യാ സയ്യിദ ശുഹദാ യാ ഹംസ,
ശുഹദാക്കളുടെ നേതാവായ ഹംസേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞ നിമിഷമാണതെങ്കിൽ പ്രവാചകനെ കരയിപ്പിച്ച ഉഹദ് സംഭവിച്ചത്, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം വികൃതമാക്കപ്പെട്ട ഉഹദ് സംഭവിച്ചത് ഇവിടെ മൗലിദ് കഴിക്കാനാണെന്ന് പറഞ്ഞാൽ എത്രത്തോളം ഈ ദീനിനെ നിസ്സാരമായി ഇവർ കാണുന്നു എന്നതിന്റെ തെളിവാണത്. എത്രത്തോളം ഭൗതികമായി അല്ലെങ്കിൽ ഐഹിക ലോകത്ത് ദീനി സത്തകളെ സംജകളെ കച്ചവടവൽക്കരിക്കാനുള്ള മനസ്സ് ഇവർക്കുണ്ട് എന്നതിന്റെ തെളിവാണ്. ഇത് വെറും ഒരു വ്യക്തിയല്ല പ്രസംഗിച്ചത്, നേരെ മറിച്ച് ഈ അടുത്ത സമയത്ത് മരിച്ച നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ മരുമകനാണ്. മർക്കസു സഖാവത്ത് സുന്നയിൽ ഇപ്പോഴും ഉള്ള മുദർരിസാണ് ഇപ്പോൾ പ്രസംഗിച്ച അബ്ദുൽ അസീസ് സഖാഫി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം പറയുന്നത് ബദർ നടന്നത്, ഉഹദ് നടന്നത് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഉണ്ടാകാനാ, മൗലിദ് കഴിക്കാനാണ്, മാല ഉണ്ടാക്കാനാണ്, അതിനാണ് ബദർ ഉഹദ് ഒക്കെ നടന്നത്. ഇനി അത് മാത്രല്ല, ദീന എന്താണോ അത് മുഴുവനും കച്ചവടമാക്കി മാർക്കറ്റിൽ കൊണ്ടുവന്ന് ചന്തയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കച്ചവടവൽക്കരിക്കുന്ന അവസ്ഥയുണ്ടായി. മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കൂ, ഹൃദയത്തിൽ നിറഞ്ഞ ഈമാനുള്ള ഒരു മനുഷ്യനായി, തഖ്വയുള്ള ഒരു മനുഷ്യനായി, ഒരു സ്വാലിഹായ മനുഷ്യനായി ഇവിടുന്ന് മരിച്ചു കിട്ടണ്ടേ വേണമല്ലോ സഹോദരന്മാരെ. അതുകൊണ്ട് ശൈഖുന ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ, ആ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി ഈ മഹത്തായ സദസ്സിലേക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, കിബറില്ലാത്ത, ഹസദില്ലാത്ത, റിയാദില്ലാത്ത, വലബില്ലാത്ത, റുജുബില്ലാത്ത, ഹിഖദില്ലാത്ത, ഒരു ദുർഗുണവുമില്ലാതെ ജീവിച്ച് ഈ ലോകത്തോട് വിട പറയാൻ തൗഫീഖ് കിട്ടിയ മഹാനായ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് ഇതുപോലത്തെ ഒരു കൽബ് എനിക്കുണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സയ്യിദന്മാർ, ഈ ഉഖ്റവിയായ ആലിമീങ്ങൾ, മഹാന്മാരായ സാലിഹീങ്ങളുടെ സദസ്സിലേക്ക്, ഈ മഹത്തായ പരിപാടിയിലേക്ക് ഇവർ ഒരുപാട് ഹൈറായ കാര്യങ്ങളാണ് ലക്ഷ്യമാക്കിയത്. ഇവിടെ നിന്ന് ദ്വാരിപ്പിക്കാൻ, അങ്ങനത്തെ ഒരു കൽബിൻ്റെ ഉടമയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു 5000 പറയാൻ പറ്റുമല്ലേ പറഞ്ഞോളി, നമുക്ക് ദ്വാരം കൊടുക്കാലോ. PV മുഹമ്മദ് ഹാജി കുറ്റിക്കാട്ടു. അൽഹംദുലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് ലഭിച്ച ഒരു മഹാവ്യക്തി പടച്ചവനെ. ഈ സയ്യിദന്മാർ ഉഖ്റവിയ ആലിമീങ്ങൾ, നേരത്തെ സഖാഫി പറഞ്ഞില്ലേ, ഒരുപാട് മഹാന്മാരെ പൊരുത്തം ലഭിച്ച ആൾ. ഞാൻ കണ്ടതാ വടകര ഓരത്തിൽ ഞങ്ങളെല്ലാം കൂടി ഇരിക്കുമ്പോൾ ഹക്കീം എന്നവർ എന്ന് പറഞ്ഞ് ഭാര്യയിട്ട് ഇങ്ങനെ കൊടുക്കുക, പിന്നെയും ഭാര്യയിട്ട് കൊടുക്കുക. ഹക്കീം എന്നവർ എന്നാ പറയുന്നത്. ഹക്കീം എന്നവർ വേറെ ആർക്കും അവിടെ ഭാര്യയിട്ട് കൊടുത്തില്ല. അങ്ങനെ ആട് ഉള്ളും പുറവും ഭാര്യ കോരി കൊടുത്തിക്കുന്നു. അള്ളാഹു ആ ദർജനി ഏറ്റിക്കൊടുക്കട്ടെ. സഹോദരന്മാർ, അവരൊക്കെ ഫവർ നമുക്ക് കുറേ കഴിഞ്ഞിട്ടേ തിരിയും. അങ്ങനത്തെ പല മഹാന്മാരുള്ള സദസ്സിലേക്ക് റഹ്മാനായ റബ്ബേ, ഈ പോരിശയാക്കപ്പെട്ട സദസ്സിലേക്ക് 5000 പറഞ്ഞ ആ റസൂലുള്ളാഹിന്റെ പേര് ലഭിച്ച മാന്യവ്യക്തിക്ക് നീ ഒരു ശുദ്ധമായ കൽബ് നൽകണേ അല്ലാ, ശുദ്ധമായ കൽബ് നൽകണേ അല്ലാ. ഈ പറയപ്പെട്ട ഒരു ദുർഗുണവുമില്ലാത്ത കൽബിന്റെ ഉടമയായി, നിറഞ്ഞ ഈമാൻ തഖ്വയുടെ പ്രകാശമുള്ള ഹൃദയത്തിന്റെ ഉടമയായി അദ്ദേഹത്തെ നീ സ്വീകരിക്കണേ അല്ലാ. കണ്ടോ? അപ്പോ ഒരു 5000 തന്ന ദ്വാരത്ത് കൊടുക്കാലോ എന്നാണ്. അപ്പൊ 5000 ഇല്ലാത്തവനോ ദ്വായില്ല, 500 ഉള്ളൂ കയ്യില്, ഓനെന്തേ ദ്വായില്ല. അപ്പൊ 5000 കൊടുത്താൽ ദ്വാരത്ത് കൊടുക്കാലോ എന്നാ പറയണേ. അങ്ങനെ മുഹമ്മദ് എന്ന പേരുള്ള ഒരാള് അദ്ദേഹം 5000 കൊടുത്തു എന്നാ. മൂപ്പർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന. എന്തിന്? 5000-ത്തിനുള്ള പ്രാർത്ഥനയാണത്, 5000-ത്തിനുള്ള പ്രാർത്ഥന. അപ്പോ 5000 ഉള്ള ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ 5000. ഇതാരാ പറഞ്ഞത്? ആരാ പഠിപ്പിച്ചത്? ഈ വില നിശ്ചയിച്ചുകൊണ്ട് ദുആഇനെ, പ്രാർത്ഥനയെ വിൽക്കുന്ന ദുരവസ്ഥ. ഇതുകൊണ്ട് അവസാനിച്ചില്ല സലാത്ത്. അവിടെയും കച്ചവടമാണ്, അവിടെയും പണമാണ്, അവിടെയും വിൽപ്പനയാണ്. എന്തേ കാരണം? അത് ഒരു മുസ്ലിയാർ തന്നെ പറയുന്നത് കേട്ടോളൂ. നമുക്കൊരു കാര്യം ചെയ്യും, 10 സലാത്തില്ലെങ്കിൽ ആ കൂട്ടത്തിൽ സക്കാത്ത് ഫണ്ടിന്റെ പൈസ നമുക്കില്ല. സക്കാത്ത് ഫണ്ടിന്റെ മുതലാളിമാരൊക്കെ വാങ്ങിയിട്ട് ബാങ്കിലിട്ട് പലിശ വാങ്ങിയ പൈസ നമുക്കില്ല. ബദരീങ്ങൾ കണ്ടത്തെ പൈസ ഇതിനൊട്ട് പറ്റൂലല്ലോ. അപ്പൊ സുന്നികളാണ് നമ്മൾ ചിലവ് ഒരുപാടുണ്ട്. ഞാൻ വന്ന വണ്ടിക്ക് വാടക എന്തായാലും കൊടുക്കണം, അതുപോലെ തന്നെ വേറെ ചില എന്തെങ്കിലും കൊടുക്കണം. സക്കാത്ത് ഫണ്ട് എനിക്ക് ആരും പൈസ തരുന്നൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ കേട്ടാ കയ്യില്ല കാശ് കുറച്ചൊന്നും തരിക, നിങ്ങൾ സ്വലാത്ത് തോരം ചെല്ലുക, മൂപ്പരല്ലാത്ത സുന്നിയാക്കി കൊടുക്കുമാറാകട്ടെ. എന്നിട്ട് നമുക്ക് സ്ക്രീൻ മറ്റ് എല്ലാവരും എന്തായാലും കൊണ്ടുവരും. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തത് ഫണ്ട് ചെയ്ത് പൈസ കിട്ടണില്ല, അത് അർഹന്മാർക്ക് കിട്ടുള്ളൂ. അർഹരാണെങ്കിൽ മൂപ്പറും കിട്ടും അല്ലേ? അപ്പൊ സക്കാത്തിന് അവകാശിയാണെങ്കിൽ ഒരു അപേക്ഷ വെച്ചാൽ ആളുകൾ അന്വേഷിച്ച് അർഹരാണെങ്കിൽ സക്കാത്തിന്റെ പൈസ എത്തിച്ചു തരും, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് സക്കാത്തിന്റെ പൈസ എനിക്ക് കിട്ടണില്ല, പിന്നെ പലിശയും കിട്ടില്ല, അതിന് മൂപ്പര് പരാതി പറയാം. അതുകൊണ്ട് എന്തെടുക്കണോ? അതുകൊണ്ട് ഞാൻ സലാത്ത് ചെല്ലും, എല്ലാവരും കൊണ്ടുപോകാൻ, എല്ലാവരും കൊണ്ടുപോകാണ്ട് സലാത്ത് ചെല്ലാണ്. എന്തിനാ സലാത്ത്? കൊണ്ടുവരാൻ വേണ്ടിയുള്ള സലാത്ത്. എല്ലാവരും കൊണ്ടുപോവാ, അതിനു വേണ്ടി സലാത്ത്. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ നിങ്ങൾ നോക്കൂ, ദീന്, ആ ദീനിൻ്റെതായ തത്വങ്ങൾ. ഒരാൾക്ക് ഇനി മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പൈസ ഇല്ല, വണ്ടിക്കൂലില്ല, എനിക്ക് ടി എ തരണം എന്ന് പറയാൻ മര്യാദ. അതിനൊരിക്കലും സലാത്ത് കച്ചവടം ചെയ്യണ്ട, അത് പറഞ്ഞാൽ മതി. മാന്യ സഹോദരങ്ങൾ എല്ലാവരും സഹായിക്കണം. ഒരുപാട് ചെലവുണ്ട്, പരിപാടിക്ക് ഒരുപാട് ചെലവുണ്ട്. ഇത് സ്വലാത്ത് വിറ്റ് കാശാക്കുക, അങ്ങനെ സ്വലാത്തിനെ ഒരു കച്ചവട മാർഗമാക്കുക. ഇസ്ലാമിന്റെ ആധാറുകളെ, ഇസ്ലാമിന്റെ തത്വങ്ങളെ, ഇസ്ലാമിന്റെ മൗലിക ഭാവങ്ങളെ പോലും കച്ചവടവൽക്കരിക്കുക എന്ന് മാത്രമല്ല, നമുക്കറിയാം വിശുദ്ധമായ പരിശുദ്ധ റമദാനിന്റെ പവിത്രമായ ദിനങ്ങളെ പോലും ഏറ്റവും അധികം മോശമായ രൂപത്തിൽ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഇപ്പൊ നിങ്ങൾ കണ്ടതൊക്കെ എന്റെ നാട്ടിൽ പറയും പെട്ടിക്കട എന്ന് പറയും, ചെറിയ ചെറിയ കടകൾ, മിഠായി കടകൾ. അതാണ് ഇപ്പൊ കണ്ടത്, ചെറിയ ചെറിയ കച്ചവടങ്ങൾ. ഇനി വലിയ വലിയ ബിസിനസ്സാണ്, വലിയ വലിയ ചെയിൻ മാർക്കറ്റുകളാണ്, വലിയ വലിയ കച്ചവടമാണ്. ആ കച്ചവടം നടത്തുന്ന ആളുകൾ മുസ്ലിം അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ മനസ്സിൽ അടിസ്ഥാനപരമായി ഊന്നിയിട്ടുള്ള കാര്യങ്ങൾ, ആ ഊന്നിയിട്ടുള്ള കാര്യങ്ങളെ വെച്ച് മുതലെടുക്കുകയാണ്. വിശുദ്ധ റമദാനിന്റെ 27 രാവ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമദാൻ അവർ പവിത്രത കണ്ടിട്ടുണ്ട്. അതുപോലെ റമദാനിലെ അവസാനത്തെ 10 അവർ പവിത്രത കണ്ടിട്ടുണ്ട്. എന്താ റമദാന്റെ പവിത്രത? ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അല്ലാഹ് പറയാണ്, റമദാൻ എന്ന് പറഞ്ഞാൽ ഇതര മാസങ്ങളെ പോലെയല്ല, ആ മാസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? ഉൻസില ഫീഹിൽ ഖുർആൻ, ആ മാസത്തിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനമായി ജനങ്ങൾക്കുള്ള സുവ്യക്തമായ തെളിവുകളുമായി അല്ലാഹുവിന്റെ ആയത്തുകൾ അടങ്ങിയ ആ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ മാസം. അതുകൊണ്ട് അതിനെ നിങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം. ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും, ആ മാസത്തിൽ നിങ്ങളിൽ ആരെങ്കിലും ഹാജറുണ്ടെങ്കിൽ നിങ്ങൾ നോമ്പ് നോക്കണം, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണമെന്ന് മാത്രമല്ല, അതിന്റെ അവസാന ഭാഗമായി കഴിഞ്ഞാൽ അതിന് പവിത്രതയേറെയാണ്. കാരണം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ആ ലൈലത്തുൽ ഖദ്റിന്റെ ആ രാത്രി ഉള്ളത് ആ റമദാനിന്റെ അവസാന ഭാഗത്താണ് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുകയും പ്രവാചകൻ അത് വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ, പ്രവാചകൻ അത് പറഞ്ഞു തരുമ്പോൾ, പഠിപ്പിച്ചു തരുമ്പോൾ, മാന്യ സഹോദരങ്ങളെ, വിശ്വാസികളുടെ മനസ്സിൽ അതിനൊരു ആദരവുണ്ട്. വിശ്വാസികൾക്ക് റമദാനിനോട് ഒരു ബഹുമാനമുണ്ട്. വിശ്വാസികൾക്ക് റമദാനിന്റെ അവസാന 10നോട് പ്രത്യേകമായ ബഹുമാനമുണ്ട്. ആ ബഹുമാനത്തെ പോലും കച്ചവടവൽക്കരിക്കുകയാണ്. അതിന്റെ ഭാഗമായി കേരളത്തിലെ തൃശൂർ ജില്ലയിൽ ഒരു മുസ്ലിയാർ ആദ്യമായി കൂരിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് റമദാൻ 27 കഴിഞ്ഞപ്പോ ഒരു പുതിയ സ്വലാത്ത് കച്ചവടം തുടങ്ങി. എന്നിട്ട് എന്തേ, മാർക്കറ്റ് ഉണ്ടാകണമല്ലോ, കച്ചവടം അങ്ങനെയാണല്ലോ, പരസ്യം കിട്ടണമല്ലോ. അതുകൊണ്ട് എന്താ ചെയ്തത്? ഒരു മുസ്ലിയാർ തന്നെ അത് പറയട്ടെ, നിങ്ങളത് കേട്ടോളൂ. ഞാൻ ഓർക്കട്ടെ, ഒരൊറ്റക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. കൂലിക്കുഴിത്തങ്ങൾ നിങ്ങൾ കേട്ടിരിക്കില്ലേ? കൂലിക്കുഴിത്തങ്ങൾ ആരാണ്? ഈ കൂലിക്കുഴിത്തങ്ങൾ ആരാണ്? സ്വലാത്ത് നഗർ ഫസ്റ്റ് ആരംഭിച്ച തൃശ്ശൂർ ജില്ലയിൽ. ഈ കൂലിക്കുഴിത്തങ്ങൾ സ്വലാത്ത് ഇങ്ങനെ ആള് കൂടി വന്നു. ഇങ്ങനത്തെ കറാമത്താ, ഇമ്മാതിരി കറാമത്ത്. എങ്ങനെ പൊളിഞ്ഞത്? കറാമത്ത് പിടിച്ചു ആൾക്കാർ. എങ്ങനെ കറാമത്ത് പിടിച്ചത്? കൊല്ലത്ത് നിന്ന് ഒരു നാടകശാലയിൽ സ്ഥിരമായി അഭിനയിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അഭിനയിക്കാൻ കഴിയും 2000 രൂപ കൊടുത്ത് അംഗവൈകല്യം ബാധിച്ച നിലയിൽ ഇയാൾ സ്വലാത്ത് നഗറിൽ കൊണ്ടുവന്നിരുത്തി. ഇയാൾ ഇങ്ങനെ കൊക്കുചാടി വരിക. നാടകത്തിൽ അഭിനയിക്കുന്ന ആൾ, ആ വിദഗ്ധന്മാർ 2000 രൂപ കിട്ടുന്ന കാര്യമല്ലേ? ആൾ അംഗവൈകല്യത്തോടെ മുമ്പിൽ വന്നിരുന്നിട്ട് സ്വലാത്തിൽ കൂടി ദുആക്ക് പങ്കെടുത്തു. അംഗവൈകല്യത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന ദുആ. ഇയാൾ ആ സദസ്സിൽ വന്നിരുന്ന ആൾക്കാർ കണ്ടിരുന്നു. ദുആ കഴിഞ്ഞപ്പോൾ ഇയാളെ കാലിന് നേരെയായി ആരോഗ്യത്തോട് എണീറ്റ് ഓടാൻ തുടങ്ങിയ സദസ്സിൽ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഒരു 100 ശുക്ർ. നമ്മുടെ സ്വലാത്ത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ അംഗവൈകല്യം തത്സമയം സുഖപ്പെട്ടിരിക്കുന്നു. ഇത് ആളുകൾ പിടിച്ചു. ഇയാളെ കയ്യോട് കൂടി പിടികൂടിക്കൊണ്ട് യാഥാർത്ഥ്യം ജനസമൂഹത്തിൽ ബോധ്യപ്പെട്ടപ്പോൾ ആ മഹൽ നിന്ന് പുറത്താക്കി. സ്വലാത്തിന്റെ പേരിലുള്ള ചൂഷണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല.
കണ്ടോ, സ്വലാത്തിന്റെ പേര് എപ്പോഴാ? റമദാൻ മാസത്തിൽ, റമദാൻ അവസാനത്തെ 10 ഒരു പണ്ഡിതൻ നടത്തുന്ന പ്രകടന. അദ്ദേഹത്തിന്റെ പേരെന്താ? തങ്ങളാണ് എന്നാ. പക്ഷേ അദ്ദേഹം തങ്ങളാണോ എന്ന് അന്വേഷിച്ചു പോയി. അതായത് തങ്ങളെന്ന് വെറുതെ തങ്ങളാന്ന് പറഞ്ഞാൽ എനിക്ക് തങ്ങളാകാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായ നിയമമുണ്ടതിന്. ആരാണ് അഹ്ലുൽ ബൈത്ത്? കൃത്യമായ വിശദീകരണമുണ്ട്. മഹാനായ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചല്ലോ, ആരാണ് ഈ അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ? മഹാനായ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹും ആലു അലി വആലു അബ്ബാസ് വആലു ഉഖൈൽ വആലു ജഅഫർ. 4 കുടുംബക്കാരാണ്. ഹും ആലു അലി, ഒന്ന് അലി കുടുംബമാണ്. മറ്റൊന്ന് വആലു അബ്ബാസ്, അബ്ബാസ് കുടുംബമാണ്. അതുപോലെ വആലു ജഅഫർ, ജഅഫർ കുടുംബമാണ്. മറ്റൊന്ന് ആലു ഉഖൈൽ, ഉഖൈൽ കുടുംബമാണ്. ഈ 4 കുടുംബം അവരാണ് അഹ്ലുൽ ബൈത്ത്. അങ്ങനെ അഹ്ലുൽ ബൈത്തിൽ പെട്ടാൽ എന്താ അയാൾക്കുള്ള ക്വാളിഫിക്കേഷൻ? അപ്പൊ നാം പറഞ്ഞു വന്നത്, വിശുദ്ധമായ റമദാൻ, ആ റമദാനിന്റെ അവസാന ഭാഗത്ത് അവിടെ പോലും വ്യക്തമായ തട്ടിപ്പ് നടത്തുകയാണ്. സ്വലാത്തിന്റെ പേരിൽ വ്യക്തമായ തട്ടിപ്പ്. എന്നിട്ട് പേരെന്താ? തങ്ങൾ ആണ് എന്നാണ്. തങ്ങളാകണമെങ്കിൽ അതിന് ചില യോഗ്യതയുണ്ട്. അങ്ങനെ തങ്ങളായാലെന്താ? തങ്ങളായിക്കഴിഞ്ഞാൽ പിന്നീട് ഭൗതികമായി മൂപ്പർക്കുള്ള നേട്ടം എന്താന്ന് ചോദിച്ചാൽ സക്കാത്തിന് മൂപ്പർ അർഹനല്ല. ഭൗതികമായി നട്ടാണ്. ഒരാൾ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട പിന്നെ സക്കാത്തിന്റെ മുതൽ തിന്നാൻ കഴിയില്ല. സക്കാത്ത് അത് വാങ്ങാൻ, അതിന്റെ മുതൽ വാങ്ങാൻ കഴിയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി വഴിയിൽ നിന്നൊരു കാരക്കയുടെ ചീലെടുത്ത് വായിട്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, കഹ് കഹ് ഇർമി ബിഹാ, മോനെ വേണ്ട വേണ്ട ഇറക്കരുത്, അത് തുപ്പിക്കളയൂ. കാര്യം എന്താ? ഒരു പക്ഷെ അത് സക്കാത്തിന്റെ മുതലായാലോ? നീ തങ്ങളുട്ടിയാ, അത് തിന്നാൻ പറ്റൂല. നീ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളാണ്, അത് കഴിക്കാൻ പാടില്ല, അതിന്റെ ഉള്ളിലേക്ക് അത് ഇറക്കാൻ പാടില്ല. അപ്പൊ ഭൗതികമായി നഷ്ടാണ്. പക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ്. തങ്ങളല്ലാത്തവനും തങ്ങളായി നടക്കുന്ന ദുരവസ്ഥ. അവസാനം ഇദ്ദേഹത്തെ അന്വേഷിച്ച് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ തന്നെ പോയി. ഇദ്ദേഹം എവിടുത്തുകാരനെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ആന്ത്രോത്ത് ദ്വീപിലുള്ള ആളാണ്. നമ്മുടെ നാട്ടിൽ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ 1.5 കിലോമീറ്റർ നീളമുള്ള മതിലിൽ പേരെഴുതിയാൽ തീരും, അത്രയും നീളമുണ്ട് പേരിന്. പക്ഷെ ഇദ്ദേഹത്തെ അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ നാട്ടിൽ ചെന്ന് അദ്ദേഹത്തിന്റെ സ്കൂളിൽ ചെന്ന് സ്കൂൾ സർട്ടിഫിക്കറ്റ് എടുത്തു നോക്കിയപ്പോഴാണ് മൂപ്പറ പേര് നല്ല കോയ എന്നാണ്. നല്ല കോയ. ഒരിക്കൽ ലക്ഷദ്വീപിൽ ഒരു പരിപാടിക്ക് വേണ്ടി പോയി. ഈ നല്ല കോയ എന്ന് പറയുന്ന ഈ കൂരിക്കുഴി തങ്ങളുടെ കുപ്രസിദ്ധമായ തങ്ങളെ എന്ന ക്ലിപ്പ് അവിടെ ഇട്ടപ്പോ കേൾക്കാൻ വന്നൊരാള് അയാൾ ഇത് നമ്മുടെ നല്ലപ്പയല്ലേ കണ്ടോ. അപ്പൊ അവിടുത്തെ നല്ല കോയ എന്ന് സ്കൂളിൽ പേര് കൊടുത്ത നല്ലപ്പ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ആള് നാട്ടിലെത്തിയപ്പോ തങ്ങളായി. എന്നിട്ട് വിശുദ്ധ റമദാനിന്റെ 27 രാവിന് പാടത്താളുകളേക്ക് വിളിച്ചുകൂട്ടിയിട്ട്, പൊതുജനങ്ങളെ വിളിച്ചുകൂട്ടിയിട്ട് അവിടെ റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. നബി എന്ന് കേൾക്കുമ്പോൾ വിശ്വാസികൾക്ക് ആവേശമാണ്. നബിയെ സ്നേഹിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അവരെക്കാൾ, അവരുടെ ശരീരത്തെക്കാൾ പ്രവാചകനോട് സ്നേഹമുണ്ട്. ആ സ്നേഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് സ്വലാത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന ദുരവസ്ഥ നമ്മൾ കാണുകയാണ്. എന്നിട്ട് അതിന് ആളുകൾക്കിടയിൽ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു നാടക നടനെ വിളിച്ചു വരുത്തി. എന്റെ കാല് തിരിഞ്ഞ് വളഞ്ഞ് മൂപ്പരിങ്ങനെ സ്റ്റേജിലേക്ക് കയറി വരിക. എന്റെ കാല് ശരിയാകണം. അതിന് നേർച്ച വഴിപാടൊക്കെ നടത്തി അവിടെ നിന്ന് 2 ആട്ടോ ഒക്കെ ആടി തങ്ങളിങ്ങനെ പിടിച്ച് തിരിച്ചവഞ്ഞപ്പോ അല്ലെങ്കിൽ തടവിക്കഴിഞ്ഞപ്പോ കാല് റെഡി. അദ്ദേഹം സ്റ്റേജിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഒരു പ്രശ്നമില്ല. കണ്ട ആളുകൾ അന്തം വിട്ട് മൂക്കത്ത് വിരൽ വെച്ചു. വല്ലാത്ത കറാമത്താണ്. പക്ഷെ ഇത് കണ്ടിട്ട് ചില ചെറുപ്പക്കാർക്ക് സംശയം, കാല് ശരിയായോ, ഇനി അഥവാ ഇനി ശരിയായില്ലേ എന്നൊരു സംശയം. അപ്പൊ അവരിങ്ങനെ കാലൊക്കെ പിടിച്ചെന്ന് റെഡിയായോ ഇല്ലെന്ന് അറിയാം. അവിടെ തിരിച്ചൊക്കെ നോക്കി. ഇനി ചിലപ്പോൾ വീട്ടിൽ പോകുമ്പോൾ വീണ്ടും പഴയതുപോലെ ആയാലോ. അപ്പൊ ഒന്ന് തിരിച്ചൊക്കെ നോക്കിയപ്പോ ഇദ്ദേഹം പറഞ്ഞു, വേണ്ട 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 വേണ്ട, ഇത് തിരിക്കല്ലേ, ഉടച്ചെന്ന് വിചാരിച്ച ഒരു കുഴപ്പമില്ലാത്ത കാല. ഞാൻ 2000 രൂപക്ക് അഭിനയിക്കാൻ വേണ്ടി വന്ന ആളാണ്. കേരളനാട് കൂട്ടായ്മ എന്ന് പറയുന്ന മാസികയുണ്ട്. ആ മാസികയിൽ ഇവിടെ വന്ന തട്ടിപ്പ്, ഇവിടെ നടന്ന തട്ടിപ്പിനെ സംബന്ധിച്ച് വിശദീകരിച്ച് എങ്ങനെയെന്നറിയോ? ഈ ഷെയ്ഖ് തന്നെ അല്ലെങ്കിൽ ഈ തങ്ങൾ തന്നെ ഒരു ബക്കറ്റ് ഇങ്ങനെ കൊടുത്തു വിടുകയാണ്. ആരുടെ ഭാഗത്തേക്ക്? സ്ത്രീകളുടെ ഭാഗത്തേക്ക്. ബഹുമാന്യരായ സ്ത്രീജനങ്ങളെ നിങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ബക്കറ്റ് കൊടുത്തു വിടുകയാണ് ഈ സലാത്ത് നഗറിൽ. എന്നിട്ട് ആ ബക്കറ്റ് ഇങ്ങനെ ചെല്ലുമ്പോ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് തന്റെ കണ്ടാഭരണങ്ങളും അവരുടെ മാലയും അതുപോലെ തന്നെ കയ്യിലുള്ള വളകളും എല്ലാം ഊരി, എല്ലാ സ്വർണ്ണ ഊരി ബക്കറ്റിലേക്ക് ഇട്ടു.
ഇത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെടുക. ഇത് എല്ലാം ഊരി, സ്വർണം മുഴുവൻ ഊരി ബക്കറ്റിലേക്ക് ഇടാണല്ലോ ഈ സ്ത്രീ. അവിടെ ഈമാൻ കണ്ട് മറ്റുള്ളവർ അത്ഭുതപ്പെട്ടു. ഇത് കണ്ടപ്പോ തൊട്ടടുത്ത സ്ത്രീയും അവർക്കും ആവേശം കയറി, അവരും ഊരാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ പിന്നെ എല്ലാവരും ഊരി. അങ്ങനെ സ്വർണ്ണക്കൂമ്പാരായി എന്നാണ്, ബക്കറ്റ് നിറയെ സ്വർണം. അങ്ങനെ ആളുകൾ കൊടുത്തു. എല്ലാവരും പറഞ്ഞു ആദ്യത്തെ സ്ത്രീയെ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പോയി. പിന്നെ അറിഞ്ഞത് ഈ ആദ്യം കൊടുത്ത സ്ത്രീ തങ്ങളുടെ ഭാര്യയാണ്. ഇവര് തമ്മിൽ കരാറുകാർ, വീട്ടിലെത്തിയാൽ ഈ പെണ്ണിന്റെ സ്വർണം മുഴുവൻ ഭർത്താവ് തിരിച്ചു കൊടുക്കണം. ആ കരാറിന്മേൽ മറ്റുള്ളവർക്ക് ആവേശം കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഒപ്പിച്ച തട്ടിപ്പാണ്. ആദ്യം ഒരാൾ ഇട്ടുകൊടുക്കണ കാണുമ്പോ ബാക്കിയുള്ളവരൊക്കെ തുറന്നിടാൻ വേണ്ടിയിട്ട് ഇവർ നടത്തിയ തട്ടിപ്പാണ്. ഇത് കേരളനാട് കൂട്ടായ്മയിൽ വിശദമായി അതിനെ സംബന്ധിച്ചു വന്നിരുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിൽ പച്ച തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ദീനിനെ കച്ചവടവൽക്കരിക്കുക. ഈ അടുത്ത സമയത്ത് കോഴിക്കോടുള്ള മർക്കസ് സഖാവത്ത് സുന്നയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മകനായ അബ്ദുൽ ഹക്കീം അസ്ഹരിയുമായി നടത്തിയ ഒരു അഭിമുഖം റിസാലയിൽ നിങ്ങൾക്ക് കാണാം. ആ അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം മറുപടി പറയുന്നത് മർക്കസ് പ്രതിനിധീകരിക്കുന്നത് സുന്നി മുസ്ലിങ്ങളെയാണ്. ആ സുന്നി മുസ്ലിങ്ങളെയാണ് മർക്കസ് പ്രതിനിധീകരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം അടുത്ത വാചകത്തിൽ പറയുന്നത് ഇവർ അഥവാ കേരളത്തിലെ